أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وحمر مختلف ألوانها وغرابيب سود. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠന വേദിയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ സവിശേഷ കുടുംബമായി അഹ്ലുൽ ഖുർആൻ എന്ന ഖുർആനിൻ്റെ കുടുംബമായി നമ്മെ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ദുൽഹജ്ജ് മാസത്തിലെ പവിത്രമായ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരുടെ മനസ്സിലും അത് ഉണ്ടായിരിക്കണം. നല്ല കർമ്മങ്ങൾ, നല്ല ചിന്തകൾ, നല്ല വിചാരങ്ങൾ, അമലുസ്വാലിഹാത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ബോധം ഇരിക്കുമ്പോഴും ഇത് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു അവൻ പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി സൂറത്ത് ഫാത്തിറാണ് പഠിച്ചു വരുന്നത്. ഇന്ന് നാം ഇവിടെ 1, 2, 3, 4 ആയത്തുകളാണ് ഓതി വെച്ചത്. ഇതിൽ ഒന്നാമത്തെ ആയത്ത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്, പ്രവാചകത്വത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നോക്കിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. അള്ളാഹു ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിക ദഅവത്തുമായി വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിന് മധ്യേ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ചെറിയൊരു ആശ്വാസം. ഇത് പലപ്പോഴും നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. വീണ്ടും പറയാണ്. നോക്കൂ. ഇന്നാ അർസൽനാക, തീർച്ചയായും നാം താങ്കളെ അയച്ചിരിക്കുന്നു. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുമാ അയച്ചത്? ബിൽ ഹഖ്, ഹക്കുമായിട്ട് അയച്ചത്. ഇവിടെ ഹക്ക് കൊണ്ടുള്ള ഉദ്ദേശം യഥാർത്ഥ ദീനുൽ ഇസ്ലാമാണ്. വെറുതെ അയച്ചതല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഈ ദീന് പഠിപ്പിക്കാനാണ്. അതാണ് ഹക്ക്. യാഥാർത്ഥ്യവുമായി അയച്ചു. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദീനുൽ ഇസ്ലാമാണ്.
ആ ദീനുമായിട്ടാണ് നാം അയച്ചത്. പിന്നെയോ അതോടൊപ്പം തന്നെ ബഷീറൻ, എന്താ ബഷീർ? സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് അല്ലെ. ഈ ദീൻ അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച്, പ്രവാചകന്റെ സുന്നത്ത് ശിരസ വഹിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് സന്തോഷദായകമായ ഒരു ജീവിതമാണ്. ഖബറിലാവട്ടെ, മശ്ശറയിലാവട്ടെ, അത് സ്വർഗത്തിലാവട്ടെ, ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുമെന്ന ശുഭവാർത്ത അറിയിക്കുന്നവനായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അയക്കുന്നത്. അതോടൊപ്പം തന്നെ വനദീറൻ, എന്താണ്? താക്കീത് ചെയ്യുന്നവനുമായി, മുന്നറിയിപ്പ് നൽകുന്നവനുമായി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെ, അള്ളാഹുവെ അനുസരിക്കുന്നില്ല, ഖുർആനിനെ തള്ളിപ്പറയുന്നു, പ്രവാചകനെ ധിക്കരിക്കുന്നു, അല്ലെ, മതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു, ഈ സമീപനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിഭയാനകമായ ശിക്ഷ വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്ന ആളായിട്ടാണ് നബിയെ നിങ്ങളെ നാം അയച്ചിട്ടുള്ളത്, നദീർ. എന്നിട്ട് പറയാണ്, എന്താണ് പറയുന്നത്? വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉമ്മത്തിന് സമൂഹം എന്നാ പറയാ. സമൂഹങ്ങൾ, രാജ്യങ്ങൾ, നേഷൻസ്, അതൊക്കെയാണ് അതിന്റെ അർത്ഥം. വൈമിൻ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹവും ഇല്ല എന്ന. വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു രാജ്യവുമില്ല, ഒരു നാടുമില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ ഖലാഫിഹ, അതിൽ കടന്നു പോയിട്ടല്ലാതെ, അതിൽ വന്നിട്ടല്ലാതെ. ആര്? നദീറുൻ, ഒരു മുന്നറിയിപ്പുകാരൻ. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ എത്തിപ്പെടാത്ത ഒരു പ്രദേശമോ നാടോ സമൂഹമോ ലോകത്തെവിടെയും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ മാത്രം പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമല്ല. ലോകത്ത് എവിടെയൊക്കെ പ്രദേശങ്ങളുണ്ടോ, എവിടെയൊക്കെ ജനസമൂഹമുണ്ടോ, അവിടെയൊക്കെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിരവധിയായിട്ടുള്ള പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഇതേ ഉത്തരവാദിത്തം പ്രതിബന്ധങ്ങൾക്ക് മധ്യേ, പ്രതിസന്ധികൾക്ക് മധ്യേ അവർ ചെയ്തിട്ടുമുണ്ട് എന്ന ഒരു ആശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുക. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, സൂറത്ത് ഖാഫിൽ അള്ളാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. കേട്ടോ, എല്ലാ സമൂഹങ്ങളിലേക്കും നാം ആരെ നിയോഗിച്ചിട്ടുണ്ട്? റസൂലുമാരെ, അല്ലെ, റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അവർ പറഞ്ഞത്? അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. പോയ പ്രവാചകന്മാരൊക്കെ അവർ അഭിമുഖീകരിച്ച സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ആർക്ക് ഇബാദത്ത് ചെയ്യണം? അനിഅ്ബുദുല്ലാഹ്, നിങ്ങളുടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാകണം. കേട്ടോ, അവനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, അവനോടാണ് നിങ്ങൾ സഹായം തേടാവൂ, അവനിലേ നിങ്ങൾ തവക്കുൽ ചെയ്യാവൂ, അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാവൂ. മനസ്സിലല്ലേ? അവനാണ് പ്രതീക്ഷയുടെ, അവനാണ് സഹായത്തിന്റെ കേന്ദ്രം എന്ന കാര്യം. അതോടൊപ്പം തന്നെ പറഞ്ഞത് വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ താഗൂത്തിനെ നിങ്ങൾ കൈവടിയണം, ഒഴിവാക്കണം എന്നാണ്. എന്താ താഗൂത്ത് എന്ന് പറഞ്ഞാൽ? വ്യാജ ദൈവങ്ങളാണ്. ആരാണ്? താഗൂത്ത് എന്ന് പറഞ്ഞാൽ ദൈവേതര ശക്തികൾ, അല്ലേ? മഹാന്മാരും അതുപോലെ തന്നെ എന്താ പറയുക, ഔലിയാക്കന്മാരും മൺമറഞ്ഞു പോയവരും അള്ളാഹുവിന്റെ അതേ കഴിവും അള്ളാഹുവിന്റെ കേൾവിയും അള്ളാഹുവിന്റെ കാഴ്ചയും ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലെ, അവർക്ക് വേണ്ടി വഴിപാടുകൾ സമർപ്പിക്കുന്ന, അവർക്ക് വേണ്ടി അറുക്കുന്ന ഒരു സമൂഹം വേണ്ട. നിങ്ങൾ അത്തരം താഗൂത്തുകളെ, എന്താണ് താഗൂത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, കൈവെടിയണം എന്നും പറഞ്ഞിട്ടല്ലാതെ ഒരു പ്രവാചകനും എവിടെയും പോയിട്ടില്ല എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പൊ നോക്കിക്കോളൂ, ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. അതിന്റെ അർത്ഥം എന്താ? വഇൻ മിൻ ഉമ്മത്തിൻ, ഒരു സമൂഹവും ഇല്ല, കടന്നു പോയിട്ടില്ല, ഇല്ലാ ഖലാ ഫീഹാ, അവിടെ വന്നിട്ടല്ലാതെ, അല്ലെങ്കിൽ അവിടെ ചെന്നെത്തിയിട്ടില്ലാതെ, അല്ലെങ്കിൽ അവിടെ കടന്നു പോയിട്ടല്ലാതെ. ആര്? നദീറുൻ, ഒരു നദീർ, മുന്നറിയിപ്പുകാരൻ. നമുക്കറിയാം ഇല്ലേ? പിന്നെ ഒരുപാട് പ്രവാചകന്മാർ, പക്ഷെ എല്ലാവരും നമുക്കറിയില്ല. നമുക്കറിയുന്നത് വിശുദ്ധ ഖുർആനിൽ എത്ര പേര് മാത്രമാണ്? ഒരു 25 ആളുടെ കൃത്യമായ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ. അള്ളാഹു തആല പറയുന്നത്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങൾക്ക് മുമ്പ് എത്രയോ പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്. മിൻഹും മൻ ഖസസ്നാ അലൈക, അല്ലെ, അവരിൽ ചിലരെ നാം കൃത്യമായി നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഖുർആനിലുണ്ട്, കുറെ പേരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലെ? എന്നാൽ വമിൻഹും മൻ ലം നഖസുസ് അലൈക, നിങ്ങൾക്ക് വിവരിച്ചു തരാത്ത, അവരുടെ ചരിത്രം പറഞ്ഞു തരാത്ത എത്രയോ പ്രവാചകന്മാർ വേറെയുമുണ്ട്. എന്നാലും അവരൊക്കെ പോയിട്ടുണ്ട്, ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. അവരൊക്കെ
ഇവരാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമണത്തിന് അവർ വിധേയരായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മാത്രം ഒരു വിഷയമൊന്നല്ല, ഇതെപ്പോഴും ചരിത്രത്തിൽ സംഭവിച്ചു പോന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗം തന്നെയാണ് നിങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്നുകൂടി പറഞ്ഞ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. മനസ്സിലായല്ലോ? രണ്ടാമത്, وَإِن يُكَذِّبُوكَ فَقَدْ كَذَّبَ الَّذِينَ مِن قَبْلِهِمْ جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ وَبِالزُّبُرِ وَبِالْكِتَابِ الْمُنِيرِ. അപ്പം പ്രവാചകന്മാർ പോകാത്ത ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ആ പോയിടത്തൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ വ്യാജമാക്കപ്പെട്ടിട്ടുണ്ട്, നിഷേധത്തിന് അവർ ഇരയായിട്ടുണ്ട്. അത് അടുത്ത ആയത്തിൽ പറയുന്നു. നോക്കോളൂ, വൈ യുക്കദ്ദിബുക നബിയെ, ഇവർ നിങ്ങളെ കളവാക്കുന്നുവെങ്കിൽ. ആര്? ഇവരാരാ? ഏത് ജനങ്ങള്? ഖുറൈശികൾ, മക്കത്തുള്ള ആളുകൾ അല്ലേ? ഈ സമൂഹം താങ്കളെ തള്ളിക്കളയുന്നുവെങ്കിൽ, കദ്ദബ യുക്കദ്ദിബു കളവാക്കുന്നുവെങ്കിൽ, നോക്കൂ, ഫഖദ് കദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള സമൂഹമുണ്ടല്ലോ, അവരും കളവാക്കിയിട്ടുണ്ട്. ഇവർ നിങ്ങളെ കളവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഇവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. ആരെ? പ്രവാചകന്മാരെ, അവരടുത്ത് വന്ന പ്രവാചകന്മാരെ. നോക്കൂ, ജാഅത്തുഹും, അവരുടെ അടുത്ത് ചെന്നപ്പോൾ, ജാഅത്തുഹും, അവരുടെ അടുത്ത് വന്നപ്പോ, ആര്? റസുലുഹും, അവരവരുടേതായ പ്രവാചകന്മാർ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ. പ്രിയപ്പെട്ടവരെ, റസൂൽ എന്ന വാക്കിന്റെ ബഹുവചനമാണിത്, റസുല്. പ്രവാചകത്വ ദൗത്യം, പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവർക്കാണ് എന്ത് പറയാ? റസൂൽ എന്ന് പറയാ. അല്ലാത്തവർ നബി എന്നാണ് നമ്മൾ പറയാ. മനസ്സിലായില്ലേ? ആദം ഒരു നബിയാണ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഒരു ന്യൂനപക്ഷത്തെ മാത്രം ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ഒരു രീതിയായിരുന്നു അത്. ഒരു വലിയ സമൂഹത്തെ, അത് തുടങ്ങുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതലാണ്. അന്നാണ് ഈ തൗഹീദിന്റെ യഥാർത്ഥ പ്രബോധനം തുടങ്ങുന്നത്. അന്നാണ് ശിർക്ക് തുടങ്ങിയതും. അപ്പൊ അങ്ങനെയുള്ള ആദ്യത്തെ, ചരിത്രത്തിലെ ആദ്യത്തെ പ്രവാചകൻ ആരാണ്? നൂഹ് അലൈഹി ഇസ്ലാമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പ്രവാചകന്മാർ, അല്ലാത്തവർ നബിമാരാണ്. പക്ഷെ എല്ലാവരും അവരവരുടേതായ ദൗത്യം അവരവർ ജീവിച്ച സമൂഹത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എന്തിന് വിധേയമായിട്ടുണ്ട്? നിഷേധത്തിനും തള്ളിപ്പറയലിനും വിധേയമായിട്ടുണ്ട് എന്നാണ്. അപ്പം ജാഅത്തുഹും റുസുലുഹും, അവരുടെ അടുത്ത് അവരുടെ പ്രവാചകന്മാർ ചെന്നപ്പോ എന്തുമായിട്ടാ പോയത്? ബിൽ ബയ്യന, വെറുതെ പോയതല്ല, വ്യക്തമായ തെളിവുകളുമായിട്ടാ പോയത്. ബയ്യനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായ തെളിവുകൾ അല്ലെ? അത് പ്രകൃതിയിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവരുടെ കയ്യിൽ തന്നെ ഒരുപാട് മൂജിസത്തുകളുണ്ട്. മനുഷ്യർക്ക് ചിന്തിച്ചാൽ, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന എത്രയോ തെളിവുകളുമായിട്ട് അവർ ചെല്ലുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. പിന്നെയോ വബി സുബർ, അവരുടെ കയ്യിൽ വേറെ എന്തുമുണ്ട്? ഏടുകൾ ഉണ്ട്. എന്താണ്? വേണമെങ്കിൽ നമുക്ക് പ്രമാണം എന്ന് പറയാം. ഏടുകൾ എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കിതാബ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ? കിതാബ് കിട്ടിയ എത്ര പ്രവാചകന്മാരാ? 4 പേരാണ്. ആരൊക്കെയാണ്? ദാവൂദ് അലൈഹി സ്വലാം സബൂർ ലഭിച്ചു, മൂസ അലൈഹി സ്വലാം തൗറാത്ത് ലഭിച്ചു, ഈസ അലൈഹി സ്വലാം ഇഞ്ചീൽ ലഭിച്ചു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ലഭിച്ചു അല്ലേ? എന്നാൽ അല്ലാത്തവർക്ക് ചില സബൂർ കിട്ടിയിട്ടുണ്ട്. സുബർ, ഏടുകൾ, പ്രമാണങ്ങൾ. ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ചെറിയ ഏട് കിട്ടിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. ചെറിയ ചെറിയ ഏടുകളാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രമാണങ്ങളുമായിട്ട്, വ്യക്തമായ തെളിവുകളുമായിട്ട്, പിന്നെന്താണ്? വബിൽ കിതാബിൽ മുനീർ, കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥമാണ്. അൽ മുനീർ എന്ന് പറഞ്ഞാൽ നൂറ് ലൈറ്റ് ആണ് അല്ലെ? വെളിച്ചം നൽകുന്ന ഗ്രന്ഥങ്ങളും, വെളിച്ചം നൽകുന്ന, ഉദാഹരണത്തിന് ഇഞ്ചിയിൽ, അതൊരു വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. തൗറാത്ത് വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. സബൂർ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. അല്ലേ? നമ്മുടെ ദുലിമാത്തിൽ നിന്ന് നൂറിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതുപോലെയുള്ള, പക്ഷെ അവരിൽ ഖുർആൻ പോയിട്ടില്ല, അവരിലേക്ക് സബൂർ, ഇഞ്ചിയിലൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ വെളിച്ചം നൽകുന്ന ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ ഏടുകൾ, അതേപോലെ തന്നെ വ്യക്തമായ തെളിവുകളുമായിട്ട് പ്രവാചകന്മാർ അവരടുത്ത് ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു? നിങ്ങളെ നമ്മൾ ഉൾക്കൊള്ളൂല, ഞങ്ങൾക്ക് ശരിയാകൂല. മനസ്സിലായില്ലേ? നിങ്ങൾ പ്രവാചകനായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ മതത്തെ ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ആരാധിച്ചു വരുന്ന ബിംബങ്ങളെ, ദൈവങ്ങളെ തള്ളിപ്പറയാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് ദഅവത്തിന്റെ വീതിയിൽ കല്ലും മുള്ളും വാരി വിതറിയ ഒരു സമൂഹമായിരുന്നു അവരൊക്കെ. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്തു? നബിയോട് പറയാൻ,
അവരെയൊക്കെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നാം പാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നബിയെ അല്ലേ, നിങ്ങളും പ്രയാസപ്പെടണ്ട. അത് തന്നെ ആരിലും സംഭവിക്കൂ, ഇവരിലും സംഭവിക്കും. നോക്കൂ, അള്ളാഹ് പറയാണ് സുമ്മ അഖദത്തുല്ലദീന കഫറൂ സുമ്മ അഖദത്തുല്ലദീന കഫറൂ ഫകൈഫ കാന നകീർ. അപ്പൊ നാം എന്താ ചെയ്തത്? സുമ്മ പിന്നെ അവരിങ്ങനെ നിഷേധവും ധിക്കാരവും അഹങ്കാരവുമായി മുന്നോട്ട് പോയി നമ്മൾ എന്ത് ചെയ്തു? പിന്നെ അഹദത്തു, നാം അവരെ ഇങ്ങി പിടിച്ചു. അതൊരു വലിയ പിടുത്താണ്, പടച്ചോന്റെ പിടുത്തം. കുറെ അങ്ങനെ കളിക്കും, പിന്നെ ഒരൊറ്റ പിടുത്താണ്. ആരെയാ പിടിച്ചത്? അല്ലദീന കഫറു. പറയൂ, നിഷേധികളെ നാം അങ്ങ് പിടിച്ചു. നോക്കൂ നബിയെ, ഫകൈഫ കാന നകീർ. നമ്മുടെ ആ പിടുത്തമുണ്ടല്ലോ, നമ്മുടെ ആ ശിക്ഷ, നമ്മുടെ ആ രോക്ഷം, നമ്മുടെ ആ പ്രതികാരം അതെങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. അത് നമുക്കറിയാമല്ലോ അല്ലെ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഭയങ്കര വെള്ളപ്പൊക്കം വന്നു അല്ലേ. ആദിനും ഹൂദിനും എന്ത് സംഭവിച്ചു എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാരെ നിഷേധിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച സമൂഹത്തെ എങ്ങനെ അള്ളാഹ് നശിപ്പിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഫിർഔൻ എന്ത് സംഭവിച്ചു, ആദിന് എന്ത് സംഭവിച്ചു, ഊദിന് എന്ത് സംഭവിച്ചു, എല്ലാം അല്ലേ. അല്ലേ, ഊതല്ല, സമൂദിന് അല്ലേ, ആദിന്, എല്ലാവർക്കും. അത് ഭയങ്കരായിരുന്നു. അത് കൈഫക്കാന നക്കീർ, എങ്ങനെയായിരുന്നു അതിന്റെ നക്കീർ, ആ പ്രതിഷേധം, എന്റെ രോഷം, എന്റെ എന്താ പറയാ, എന്റെ ശിക്ഷ, അത് ഒന്ന് നോക്കൂ അല്ലേ. എങ്കിൽ ആ ഒരു സുന്നത്ത്, ആ ഒരു രീതി ഇവരിലും വരാനിരിക്കുന്നു എന്നാണ്. അത് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ബദർ യുദ്ധത്തിന്റെ 1-ാമത്തെ മണിക്കൂറിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടല്ലേ. എല്ലാ നിഷേധികളും എന്താണ്, അള്ളാഹുവിന്റെ റസൂൽ പേരെടുത്ത് പറഞ്ഞ ആളുകൾ, ഇന്നിടത്ത് ഇന്നവൻ വീഴും എന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ അവൻ വീണുപോയി. മനസ്സിലായില്ലേ? അത് സംഭവിച്ചു. 1-ാമത്തെ യുദ്ധത്തിൽ തന്നെ അവരെ കഥ കഴിഞ്ഞു അല്ലേ. പിന്നെ അവരാരും അവരെ സ്മരിക്കുന്നില്ല. ഖുറൈശികളെ കുറിച്ച് ആരും പിന്നെ പറയുന്നില്ല. എത്ര വലിയ ഭീകരന്മാരായിരുന്നു, എത്ര വലിയ ശക്തന്മാരായിരുന്നു അവർ. കഴിഞ്ഞു കഥ. അതുകൊണ്ട് ബേജാറാണ്ട, പ്രയാസപ്പെട. ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ നിഷേധികൾക്ക് എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ ഇവർക്കും സംഭവിക്കാനിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ ആയത്ത് കൂടി എടുക്കാം, നോക്കോളൂ. ഇത് നമ്മൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇപ്പം പ്രവാചകത്വത്തിന്റെ ചരിത്രമാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് അടുത്തൊരു വലിയ ആയത്തിൽ നമ്മൾ പറയുന്നത് മനുഷ്യരിലും ജീവികളിലും പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഈ എന്താ പറയുക വൈവിധ്യങ്ങളെ കുറിച്ച്, വ്യത്യസ്തതകളെ കുറിച്ച് അല്ലെ. മനുഷ്യന്മാർ പല നിറം, പല കോലം, പല സ്വഭാവം അല്ലെ. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ അങ്ങനെയാണ്, ചെടികൾ അങ്ങനെയാണ്, പഴങ്ങൾ അങ്ങനെയാണ്, പാറകൾ പല വിധത്തിലാണ് അല്ലെ. ഒരേ മഴയിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, പക്ഷെ എല്ലാത്തിനും വ്യത്യസ്തമായിരുന്നു. അതൊന്ന് പരിശോധിച്ച് നോക്കുക. അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിന്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരായത്താണ്. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതേക്കുള്ളൂ. അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീളുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ്. അലം തറ, നീ കണ്ടില്ലേ എന്നാണ്. എന്താണ്, ആരോടാ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. പക്ഷെ നമ്മളോട് കൂടിയാണ് ചോദിക്കുന്നത്. ഖിയാമത്തിന്റെ അവസാനം വരുന്ന മനുഷ്യനോട് വരെയുള്ള ചോദ്യമാണ്, നീ കണ്ടില്ല എന്ത്? അന്നല്ലാഹ, പറയൂ. തീർച്ചയായും അള്ളാഹു, അൻസല, അവൻ പെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ ഇറക്കി. എവിടെന്ന്? മിനസ്സമായി, പറഞ്ഞോളൂ, ആകാശത്ത്. എന്ത്? മാഅൻ, മഴ, വെള്ളം അല്ലേ, ഇറക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? ഫഅഖ്റജ്നാ, നാം ഉൽപ്പാദിപ്പിച്ചു, ബിഹി, ആ മഴയിലൂടെ. എന്ത്? സമറാത്തിൻ, പഴങ്ങൾ, മുഖ്തലിഫൻ അൽവാനുഹ, വിവിധ വർണ്ണങ്ങളുള്ള. ഇങ്ങനെ നിങ്ങൾ പറ, മാങ്ങക്ക് മഞ്ഞ നിറം അല്ലേ, അല്ല മാങ്ങക്കിന് പച്ച നിറം അല്ലേ, പിന്നെ ആപ്പിളിന് ചുവപ്പ് നിറം. അങ്ങനെ നിങ്ങൾക്കറിയാം, നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നതിൽ ഓരോന്നിന്റെ നിറവും അല്ലേ. കിവിക്ക് വേറെ പച്ച നിറം അല്ലേ. അങ്ങനെ അങ്ങനെ ഇപ്പം അനാറിന് വേറൊരു കളറ്. അങ്ങനെ പലതരത്തിലുള്ള കളറുകളാണ്. നോക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടതാണ്, ഇറങ്ങിയ വെള്ളം ഒറ്റ വെള്ളമാണ് അല്ലേ. അത് വളരുന്ന ഭൂമി ഒരേ ഭൂമിയാണ്. അവിടുത്തെ ഫെർട്ടിലൈസർ, അവിടുത്തെ വളം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പക്ഷെ മുളച്ചു വരുന്നത് പല കോലത്തിലും, പല രൂപത്തിലും, പല വർണ്ണത്തിലുമാണ്. ഇങ്ങനെയാ മനുഷ്യന്മാരെന്നാ പറയുന്നത്, വൈവിധ്യങ്ങൾ. പിന്നെയോ വമിനൽ ജിബാലി, അതേപോലെ തന്നെ പർവ്വതങ്ങളിലുമുണ്ട്. ജിബാൽ, പർവ്വതങ്ങൾ. ജബല്, മല, ജിബാല്, പർവ്വതങ്ങൾ. എന്തുണ്ട്? ജുദദുൻ ബീളുൻ, വെളുത്ത ശിലാനിരകൾ. ഈ മലകളിലുള്ള മലമ്പാതകൾക്ക് ജുദദ് എന്ന് പറയാം. ജുദദ് എന്ന് പറഞ്ഞാല് ശിലാനിരകൾ. നമ്മളിങ്ങനെ മലയെ
കൂടി പോകുമ്പോൾ കാണുന്നത്. അതിലെങ്ങനെയുണ്ട്, അതിൽ വെളുത്ത കാണല്ലേ, ഈ വെള്ളക്കല്ല് മാതിരിയുള്ള വഴികൾ കാണുന്നില്ലേ നമ്മൾ. ഇതേപോലെ നല്ല വെളുത്ത കല്ലുണ്ടാവും പാറേന്റെ കൂട്ടത്തിൽ, വേഗം പൊടിയുന്ന അല്ലേ, അങ്ങനെ ഉണ്ടാവും. പിന്നെയോ അതേപോലെ തന്നെ നമുക്ക് കാണാം ഹുംറുൻ, ചുവന്നത് കാണാം. ചിലയിടത്ത് ചുവന്ന പാറകളായിരിക്കും, ഒരു ചുവന്ന മണ്ണിന്റെ കളറായിരിക്കും. പിന്നെയോ മുഖ്തലിഫുൻ അൽവാനുഹ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെയും വർണ്ണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിവിധ വർണ്ണങ്ങൾ ഉള്ള മലനിരകൾ അല്ലെങ്കിൽ ശിലാനിരകൾ അല്ലെങ്കിൽ മലമ്പാതകൾ. അതോടൊപ്പം തന്നെ വഹറാബീബു സൂദ്, കടും കറുപ്പ് നിറത്തിലുമുള്ളതും. കടും കറുപ്പ്, വറാബീബ് പറഞ്ഞ ഉറാബ് കാക്ക എന്ന, വറാബീബ് സൂചാൽ കാക്കയെ പോലെ കറുത്ത നിറത്തിലുള്ള പാറയും നമുക്ക് കാണാം. ഈ പാറയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഉണ്ട്. അപ്പം ഒരേ സ്ഥലമാണ്, ഒരു പ്രദേശമാണ്. പക്ഷേ ആ മലമ്പ്രദേശത്തുള്ള വിവിധങ്ങളായ മലകൾ, അതിന്റെ രൂപങ്ങൾ, വർണ്ണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഒരേ മഴയിൽ ഒരേ ഭൂമിയിൽ മുളച്ചു പൊങ്ങുന്ന ചെടികളിലെ ഫലങ്ങൾ, പഴങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ അതിമഹത്തായ കഴിവിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളും മനുഷ്യന്മാർ പല കോലം പല രൂപമാണ് അല്ലെ, പല നിറത്തിലാണ്. എല്ലാം നമുക്കറിയില്ല. ചില രുചി നമ്മൾ എന്താ പറയാ, ആ രുചി എന്താന്ന് നമുക്കറിയില്ല. നമ്മൾ പറയാ അതിന് എന്താ പറയാ, അതിന് കിവിന്റെ രുചിയാന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അതിന് പൈനാപ്പിളിന്റെ രുചിയാന്ന് പറയും. ആ രുചിയുടെ പേര് പോലും പറയാൻ കഴിയാത്ത വിധം, എല്ലാ വർണ്ണങ്ങളും കൃത്യമായി പറയാൻ കഴിയാത്ത വിധം എത്രയോ വർണ്ണങ്ങളും എത്രയോ രുചി ഭേദങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ലോകത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് ഇത് അള്ളാഹുവിന് മാത്രം സംവിധാനിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു കഴിവാണെന്ന് പറഞ്ഞ് പടച്ചവന്റെ കഴിവിനെ നമുക്ക് മുമ്പിൽ അവൻ സമർപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് അള്ളാഹു, മഹാനായ അള്ളാഹു. ഇതുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വമിനൽ ജിബാലി, പർവ്വതങ്ങളിലുമുണ്ട്, ജുദതും ബീളുൻ, വെളുത്ത ശിലാനിരകൾ, വഹുംറുൻ, കറുത്തതും, മുഖ്തലിഫുൻ അൽവാനുഹ, നിറങ്ങൾ വ്യത്യാസമായ, വർണ്ണങ്ങൾ വ്യത്യസ്തമായ, വഹറാബീബ് സൂദ്, കടും കറുപ്പ് നിറത്തിലും ഉള്ള ശിലാനിരകൾ പർവ്വതങ്ങളിലുമുണ്ട്, സസ്യലലാദികളിലുമുണ്ട്, നമ്മിലുമുണ്ട് എന്നാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഏതായിരുന്നാലും ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമ്മൾ പ്രവാചകത്തിൽ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും, കറക്റ്റ് ആണ്, വൈവിധ്യ വൈജാത്യങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ച് പറയാം. അതിന്റെ അടുത്ത ആയത്ത് കൂടി എടുക്കുമ്പോഴാണ് അത് കൂടുതൽ വ്യക്തമാകും ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പറയപ്പെട്ട ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ, ഈ ദുൽഹജ്ജ്, ഈ ആദ്യ ദിനങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. പരമാവധി നമ്മൾ റമദാനിലെ പോലെ നമ്മൾ ഈ മാസത്തെ ദിവസങ്ങളെ കാണണം. ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, നല്ല വാക്കുകൾ സംസാരിക്കുക, അനാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ തൽക്കാലം മാറ്റി വെക്കുക കേട്ടോ. പടച്ചവന്റെ പ്രീതിക്കും പൊരുത്തത്തിനായിട്ട് അധ്വാനിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഈ മാസം, അതേപോലെ തന്നെ അറഫ, ആ നോമ്പ് 2 വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന വളരെ പുണ്യമായ ഒരു കർമ്മമാണ്. നോമ്പ് നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ ഈദ് ആഘോഷിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകാനും നേരത്തെ ചെയ്തവർക്ക് അത് സ്വീകരിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മബ്റൂറ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പോയവർക്കും അങ്ങനെയുള്ള ഹജ്ജ് അള്ളാഹു നൽകി അവർ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലും കുടുംബങ്ങളുമുള്ള എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ ഷിഫിയാക്കി അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഗുരുതരമായ രോഗങ്ങളിൽ ഞങ്ങളെ നീ കാക്കണമേ റഹ്മാനെ. കടത്തിൽ ഞങ്ങളെ നീ കാക്കണമേ അള്ളാഹ്. പ്രയാസങ്ങളിൽ നിന്ന്, ഭയത്തിൽ ഞങ്ങളെ നീ കാക്കണമേ റഹ്മാനെ. അതേപോലെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന നിലക്ക് എൻ്റെ ഒരു സഹോദരൻ സ്ട്രോക്ക് ബാധിച്ചിട്ട് ചികിത്സയിലാണ്. വലത് കൈ കാല് തളർന്നുപോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു. ഏതായിരുന്നാലും സംസാരമൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട്, ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫ, ആഫിയത്ത് നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹ് ശിഫ നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.